നമ്മുടെ പ്രതിനിധി രാഹുൽ ജി നാഥ് ഉണ്ട്. ലത്തീഫും ഭാര്യയും കൊല്ലപ്പെട്ട സ്ഥലത്താണുള്ളത്. രാഹുൽ, മൃതദേഹങ്ങൾ പാങ്ങോടേക്കാണ് കൊണ്ടുപോകുന്നത്. ഭൗതികദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമുക്ക് ലഭ്യമാകുന്ന വിവരം അതാണ്. പോലീസ് ഇപ്പോൾ സ്ഥലത്തുണ്ടോ? മറ്റ് പരിശോധനകൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ടോ? പരിശോധനകൾ പൂർത്തിയാക്കി പോലീസ് ഇപ്പോൾ വീട്ടിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. വീട് നിലവിൽ പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. എന്തായാലും രണ്ട് മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീട്ടിൽ, അതായത് പിതാവിൻ്റെ സഹോദരനും ഭാര്യയും എങ്ങനെ മരിച്ചു എന്ന കാര്യത്തെ പ്രാഥമികമായി നമുക്ക് രണ്ടായി കാണാം. രണ്ട് കാരണങ്ങളാണ് ഇപ്പോൾ നിലവിൽ പോലീസ് പ്രാഥമികമായി പറയുന്നത്. ഒന്ന് ഈ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടത് പരിഹരിക്കാൻ പണം നൽകിയിരുന്നു, ആ പണം തിരികെ ചോദിച്ചു എന്ന ഘട്ടത്തിലുള്ള ഒരു വാദമാണ്. അതാണ് ആദ്യ വാദമായി പറയാൻ കഴിയുന്നത്. രണ്ടാമത് തലേന്ന്, അതായത് ഇന്നലെ രാവിലെ 10 മണിക്ക് അഫാന്റെ വീട്ടിലേക്ക് ആണെന്നാണ് തോന്നുന്നത്. കാരണം നാട്ടുകാർ ഉൾപ്പെടെ പറഞ്ഞു. അതായത് 10 മണിക്ക് ഇവിടെ നിന്ന് ലത്തീഫും ഭാര്യ സാജിദയും പുറത്തു പോയിരുന്നു. അത് അഫാന്റെ വീട്ടിലേക്ക് പോയതായാണ് കരുതപ്പെടുന്നത്. കാരണം അഫാൻ 2 ദിവസം മുൻപ് ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി പോയതാണ്. നിലവിൽ ഇപ്പോൾ പ്രതിയുടെ പിതാവ് വിദേശത്തായതുകൊണ്ട് നിലവിൽ ഇവിടെ ഏറ്റവും അടുത്തുള്ള രക്ഷിതാവ്, അതായത് പിതാവിൻ്റെ സഹോദരനാണ്. അപ്പോൾ അത്തരത്തിൽ ചർച്ചകൾക്കായി പോയതാണ്. അപ്പോൾ ആ ചർച്ചയിൽ അഫാൻ ആഗ്രഹിച്ചതുപോലെ നിലപാടല്ല ലത്തീഫ് എടുത്തിരുന്നത്. അപ്പോൾ അതും പ്രകോപനത്തിന് കാരണമായി എന്ന തരത്തിൽ 2 വാദങ്ങളാണ് നിലവിൽ ഉള്ളത്. എന്തായാലും പോലീസ് പറയുന്നതനുസരിച്ച് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ രജില മൻസിലേക്ക്, ഈ വീട്ടിലേക്ക് ഇതുവഴി പ്രതി കടന്ന് ഉള്ളിലേക്ക് പോയത്. ഉള്ളിലേക്ക് പോകുമ്പോൾ തൊട്ട് പ്രതി കതവിന് പുറകിൽ സോഫയിലാണ് ലത്തീഫിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഇത് ചർച്ചയ്ക്കിടയിൽ, അതായത് സംസാരത്തിനിടയിൽ ചുറ്റിക്കൊണ്ടടിക്കുകയും തൽക്ഷണം മരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്കാണ്. അതായത് കൊലപാതകങ്ങൾ ഏറ്റവും മൃഗീയമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. 20ഓളം തവണയാണ് ചുറ്റിക്കൊണ്ട് ലത്തീഫിന്റെ ഭാര്യയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ സമയത്ത് ലത്തീഫിന് മർദ്ദനമേൽക്കുന്ന സമയത്ത് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഒച്ചയോ ബഹളമോ ഉണ്ടായില്ലേ? പരിസരവാസികളൊന്നും ഇത് കേട്ടില്ലേ എന്നൊരു സംശയവും കൂടി നിലനിൽക്കുന്നുണ്ട്. മോത്തി അത് തന്നെയാണ്. അവിടെയാണ്, അതായത് അടുക്കളയിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ് സ്വീകരണ മുറി. അല്പം ദൂരമുണ്ട്. അപ്പോൾ ലത്തീഫിനെ ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധം എന്നോണം ബഹളം വയ്ക്കാനോ ഓടാനോ ശ്രമിച്ചതിൻ്റെ ഭാഗമായി ഒരു മൽപ്പിടുത്തം ഉണ്ടായെന്ന് പോലീസ് പറയുന്നുണ്ട്. ആ മൽപ്പിടുത്തം ഒരുപക്ഷെ സാജിദയെ കീഴടക്കി കൊലപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലാകാം മൽപ്പിടുത്തം ഉണ്ടായത്. അങ്ങനെ പ്രതി രണ്ടാമത് അടുക്കളയിലേക്ക് ഒരു പക്ഷേ ചായ ഇടാൻ ആവശ്യപ്പെട്ട് കാണും. പരിചയക്കാരനാണ്, സഹോദരൻ്റെ മകനാണ്. അത്തരത്തിൽ ചായ ഇടാൻ പോകുന്ന വഴിക്ക് അടുക്കളയിൽ നിന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ട് പുറത്തു വരുന്ന സാജിദ ബഹളം വെച്ചുകൊണ്ട് പ്രതിരോധം തീർത്ത് കാണും. ആ ഘട്ടത്തിലാണ് മൽപ്പിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തി കൊലപ്പെടുത്തുന്നത്. ഈ ഷോളിന്റെ ഭാഗം മുഖത്തുകൂടി വീണ് കിടന്നിരുന്നത് ഇൻക്വസ്റ്റിന് പങ്കെടുത്ത നാട്ടുകാരൻ നമ്മോട് പറഞ്ഞിരുന്നു. ഈ വീടിന് വലിയ പുരയിടമാണുള്ളത്. വീടുകൾ തമ്മിലുള്ള വ്യത്യാസം, ദൂരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബഹളം വെച്ചാലും ശബ്ദം കേൾക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളത് ഈ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകതയായി നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. ശരിയാണ്. ആ വീടിന് ചുറ്റും വലിയ പറമ്പായതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വീട്ടുകാർക്ക് ഒരുപക്ഷെ ഈ ശബ്ദമൊന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല.